ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച വിസ്മയങ്ങളുണ്ട്. വിസ്മയങ്ങളായപ്പോൾ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ, സഖാവ് കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും ജി സുധാകരനും ഒക്കെ വിസ്മയങ്ങളായി മാറി. ഐഷ പോറ്റിയുണ്ട്, നിസാര വോട്ടിനാണ് തോറ്റുപോയത്. 1000 ചില്ലാനം വോട്ടേ ഉള്ളൂ ഐഷ പോറ്റി തോറ്റു. പിന്നെ പാഴായ ഒരു വിസ്മയം എന്ന് പറയുന്നത് ശശിയായിരുന്നു. പി കെ ശശി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളുന്നത് കണ്ടു. പക്ഷേ വിസ്മയങ്ങളായി മാറിയ ഈ 3 പേർ, കുഞ്ഞികൃഷ്ണൻ, ടി കെ ഗോവിന്ദൻ, ജി സുധാകരൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയിളക്കാൻ ഇവർക്ക് 3 പേർക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ടയിൽ ഒരിക്കലും ആരും വിജയിക്കത്തില്ല എന്ന് ഉറച്ചു പറഞ്ഞ 3 ഉരുക്കുകോട്ടകൾ, 3ഇടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയിളക്കാൻ ഇവർക്ക് 3 പേർക്ക് കഴിഞ്ഞു. പാർട്ടിയിൽ നിന്ന് ശക്തമായി പാർട്ടിയെ സ്നേഹിച്ച് ഒരു സമയത്ത് പാർട്ടി നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്നും മനസ്സിലാക്കിയപ്പം ശക്തമായി പ്രതിരോധം തീർത്ത് പുറത്തു വന്നു. അതിനെതിരെ എതിർത്ത് അണികളെ തങ്ങളുടെ ഒപ്പം നിർത്തി പാർട്ടിക്ക് ചെറിയൊരു തിരിച്ചടി കൊടുക്കാൻ തയ്യാറായ ഈ 3 പേർ, അവരാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിസ്മയങ്ങൾ. പയ്യന്നൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ട. 10,50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന പയ്യന്നൂര് ഒരു നേതാക്കന്മാർക്കും സ്വപ്നത്തിൽ പോലും ഇടതുപക്ഷം അവിടെ തോക്കുമെന്ന് പറയാനേ പറ്റില്ല. അവിടെയാണ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ കുഞ്ഞു മനുഷ്യൻ, വലിയ പ്രാസംഗികനൊന്നുമല്ല, ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുന്ന, വലിയ ദേഷ്യപ്പെടാത്ത മുഖഭാവമുള്ള ആ മനുഷ്യൻ ചില അഴിമതി കഥകൾ പറയുന്നു. കേരളം ഞെട്ടിദ്ധരിക്കുന്നു. പാർട്ടി അതിനെതിരെ നടപടി സ്വീകരിച്ചു. കുഞ്ഞികൃഷ്ണൻ പുറത്താകും. അവിടെയാണ് പാർട്ടിക്ക് തെറ്റുപറ്റി. കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുക്കാൻ, എന്താണ് സംഭവിച്ചതെന്നറിയാൻ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനൊന്നും പറ്റിയില്ല. അവർ കുഞ്ഞികൃഷ്ണനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു, അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. വർഗവഞ്ചകൻ എന്ന്, കുലംകുത്തി എന്നും പറഞ്ഞ് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പറ്റിയ തെറ്റുകളും അത് പാർട്ടിയിൽ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് ഇന്ന് പറയുകയും അത് പാർട്ടി യോഗങ്ങളിൽ, ഫോറങ്ങളിൽ കൃത്യമായിട്ട് പറയുകയൊക്കെ ചെയ്തെങ്കിലും പാർട്ടി അതിനെ വിലമതിച്ചില്ല. അവസാനം പുറത്തായപ്പം കുഞ്ഞികൃഷ്ണൻ ആദ്യമേ ഒന്നും മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചെങ്കിലും അവസാനം പാർട്ടിക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം നെഞ്ചുപൊട്ടുന്ന മനസ്സോടെ ആയിരിക്കും ആ തീരുമാനം എടുത്തത്. ഓരോ സഖാവും അങ്ങനെയാണ്. സ്വന്തം പാർട്ടിക്കെതിരെ തിരുത്താൻ വേണ്ടിയാണെങ്കിലും മത്സരിച്ചാൽ അവരുടെ നെഞ്ച് തകർന്നു പോകും. കൃത്യമായിട്ട് യഥാർത്ഥ ഇടതുപക്ഷ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനായി ഈ കുഞ്ഞികൃഷ്ണൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സാധാരണ ഒരു സഖാവ്, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നൊരു സഖാവ് നിന്ന് മത്സരിച്ചപ്പം പയ്യന്നൂരിലെ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയെന്ന് കരുതുന്ന അവിടെ പൊട്ടിപ്പിളരുന്നു, അടിത്തറ ഇളകുന്നു. ഏകദേശം 7000-ൽ പരം വോട്ടിനാണ് കുഞ്ഞികൃഷ്ണൻ അവിടെ വിജയിക്കുന്നത്. മധുസൂദനൻ എന്ന് പറയുന്ന MLA അദ്ദേഹം തൂത്ത് അവിടെ ഒരു ചരിത്രം പിറക്കിയായിരുന്നു. മറ്റൊരു മണ്ഡലമാണ് തളിപ്പറമ്പ്, ഇടതുപക്ഷത്തിൻ്റെ എന്നത്തെയും കോട്ട. ആ കോട്ടയിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് 20,000 വോട്ടോളം നേടിയ മണ്ഡലം. ശക്തമായ അടിത്തറ, പാർട്ടി സംവിധാനം, പ്രത്യേകിച്ച് MV ഗോവിന്ദൻ്റെ മണ്ഡലം. മറ്റൊന്നും ആലോചിച്ചില്ല, അവിടെ ഒരു സ്ത്രീ മത്സരിക്കണം എന്ന് കണക്കാക്കി സ്വന്തം ഭാര്യയെ തന്നെ നിർത്തി മത്സരിക്കാൻ MV ഗോവിന്ദൻ മാഷ് തീരുമാനിക്കുന്നു. തൻ്റെ മണ്ഡലം തൻ്റെ ഭാര്യയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചെടുത്താണ് പാർട്ടിയിൽ പ്രശ്നമുണ്ടാകുന്നത്. മുതിർന്ന നേതാവായ ടി കെ ഗോവിന്ദൻ പാർട്ടിക്കെതിരെ നിന്ന് മത്സരിക്കാൻ
എല്ലാ കോട്ടകത്തളങ്ങളും തകർന്നു തരിപ്പണമാകും. പാർട്ടി ഗ്രാമങ്ങൾ, മറ്റുള്ളവർക്ക് പാർട്ടി പ്രവർത്തനങ്ങൾ പോലും നടത്തുവാൻ കഴിയാത്ത മേഖലയുള്ള തളിപ്പറമ്പ് 2 റൗണ്ട് എണ്ണിയപ്പോൾ തന്നെ TK ഗോവിന്ദൻ മുന്നേറുന്നതാണ് പിന്നെ കണ്ടത്. MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ശ്യാമള ടീച്ചർ തോറ്റുപോകും. അവിടെയും ഒരു വിസ്മയം പിറക്കിയായിരുന്നു. മറ്റൊരു മണ്ഡലമാണ് നമ്മുടെ അമ്പലപ്പുഴ. G. സുധാകരൻ എന്ന കരുത്തുറ്റ നേതാവ് കഴിഞ്ഞ 2021 പിണറായി വിജയൻ മന്ത്രിസഭയിലെ അംഗമായ അദ്ദേഹം മികച്ച മന്ത്രി എന്ന നിലയിൽ പേരെടുത്തു. എന്നിട്ടും അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഏകദേശം 20,000-ന് മുകളിലായി. അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രായം ഒരു പ്രധാന ആയുധമാക്കി അദ്ദേഹത്തെ ഒഴിവാക്കും. H. ഫലാമാണ് അവിടെ മത്സരിച്ച് വിജയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 10,000-ന് മുകളിൽ എത്തുന്നു. വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള കാരണത്താൽ G. സുധാകരനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിരവധിയുണ്ടായി. പാർട്ടി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി സംസാരിച്ചില്ല, പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിച്ചില്ല എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരം അന്വേഷണ കമ്മീഷനും അതേ തുടർന്ന് അച്ചടക്ക നടപടിയും സുധാകരൻ നേരിടേണ്ടി വന്നു. അദ്ദേഹം നിശബ്ദനായിരുന്നു, ഒരക്ഷരം മിണ്ടിയതില്ല. പക്ഷെ അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു, തരം കിട്ടുമ്പോൾ ആഞ്ഞിരിക്കാൻ. അങ്ങനെ അവസരം വന്നെത്തി. തൻ്റെ അംഗത്വം പുതുക്കാതെ അദ്ദേഹം ആഞ്ഞടിച്ചു. പിന്നെ അമ്പലപ്പുഴയിൽ നടന്നത് ഇടതുപക്ഷത്തെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമായി. G. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കുന്നു, UDF പിന്തുണ കൊടുക്കുന്നു. അപ്പോഴേ എല്ലാവരും വിധിയെഴുതി H. ഫലാം അവിടെ തോൽക്കാൻ പോകുന്നു. പക്ഷേ പാർട്ടിക്കാർ സമ്മതിച്ചില്ല. അവർ പറയുന്നു, H. ഫലാം ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം വഴങ്ങിയില്ല. അവർ പറയുന്നു, G. സുധാകരൻ എന്ന അതികായകൻ്റെ പതനം ഞങ്ങൾ പൂർത്തീകരിക്കും. പാർട്ടി ഇല്ലെങ്കിൽ G. സുധാകരനൊന്നുമില്ല. പക്ഷെ പാർട്ടിക്ക് തെറ്റുപറ്റി. വോട്ടെണ്ണി തുടങ്ങി വൈകാതെ തന്നെ G. സുധാകരൻ മുൻകയറും. അങ്ങനെ 12,000-ന് മുകളിൽ വോട്ടുമായി G. സുധാകരൻ ജയിക്കുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തിൽ നിന്ന് പുറത്തു വന്ന് 3 പേരാണ് പാർട്ടിക്കെതിരെ നിന്ന് ജയിക്കുന്നത്. അതും പാർട്ടിയുടെ കോട്ടയിൽ. ഇത് ഇടതുപക്ഷത്തിനെ ഏറ്റ ഏറ്റവും വലിയൊരു പരാജയമാണ്. ഇതിനെന്ത് ന്യായീകരണം പാർട്ടി നേതൃത്വം പറയും എന്നറിയില്ല. അതുപോലെ തന്നെ ഒരു വിസ്മയമായിരുന്നു ഐഷ പോറ്റി. ധനകാര്യമന്ത്രി ബാലഗോപാലിനെതിരെ ശക്തമായി നിന്ന് പോരാടിയ വനിത 1000 ചെല്ലാനും വോട്ടിനാണ് കൊട്ടാരക്കരയിൽ ബാലഗോപാലിനെതിരെ ഐഷ പോറ്റി തൂക്കുന്നത്. നല്ലൊരു മത്സരം കാഴ്ചവെക്കാനും ഐഷ പോറ്റിക്ക് കഴിഞ്ഞു. മറ്റൊരു വിസ്മയം PK ശശി ഒരു പാഴായ ശശിയായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അടിയുറച്ച ആദർശവും തത്വമൂലവും ഉയർത്തിപ്പിടിച്ചില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും നിലനിൽപ്പില്ല എന്ന് ശശിയുടെ പതനവും നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പാർട്ടിയല്ല കാര്യം, അവരുടെ മുൻകാല പ്രവർത്തനങ്ങളെന്ന് ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിച്ചു തരുന്നു ഇവരുടെ 3 പേരുടെ വിജയം. കാത്തിരിക്കാം ഇനിയും പുതിയ പുതിയ വിസ്മയങ്ങൾ പിറക്കുമോ എന്നറിയാൻ വേണ്ടി. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ